അപ്പം നല്ലൊരു ഷൂട്ടിലേക്കൊക്കെ നമുക്ക് പോയിട്ട് വരാം. അപ്പം മീനൊക്കെ ഞങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അത് മാത്രമല്ല പിടിച്ച് കണ്ട എൻ്റെ കൈ വിരലോറ മൊത്തം കീറിപ്പോയി. ഈ കീറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർട്ടിനകത്ത് കണ്ട ഈ ഗ്രിപ്പ് കണ്ടോ ഈ ഗ്രിപ്പ് അത് പിടിക്കുമ്പോഴാണ് അത് കീറി പോന്നേ. നൂലാണ് സംഭവം, ഇത് നൂലിൻ്റെ സംഭവം. അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. പുതിയ ഡാർട്ട് കണ്ടോ, ഓട്ടോമാറ്റിക് ഡാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിങ് തുടങ്ങാം. അടിപൊളി. അതിന് അളി അറിഞ്ഞത് പോലുമില്ല. ഉണ്ടോ നമുക്കിനി അടുത്തൊരു ഷൂട്ട് കാണാം. അടിപൊളി. കുഴപ്പമില്ലാത്ത അടിപൊളി കരിമീന. എവിടെ നാടി ഉണ്ടെന്നറിയാൻ വയ്യ കേട്ടോ. ഇത് ഊരട്ടെ. ഊരി അടുത്ത നല്ലൊരു ഷൂട്ട് കാണും നമുക്ക്. കുഴപ്പമില്ലാത്തൊരു കരിമീൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. അടിപൊളി 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 അടിപൊളി. കരിമീനൊക്കെ കറുത്ത് അത് വീട്ടിൽ കൊണ്ടുവല്ലാം അങ്ങ് വെളുക്കും. 2 ഗ്ലൗസ് കൂടെ മേടിക്കണം. ഉള്ളത് മൊത്തം കീറിപ്പോയി. 2 മേടിച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ. ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇന്നത്തെ ഷൂട്ടിലൊരു വെറൈറ്റി മീനെ ഞാൻ പിടിക്കുന്നുണ്ട്. ഈ മീനിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഈ മീനൊന്ന് കണ്ടു നോക്ക്, ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാവുന്നവർ. അടിപൊളി. എന്തൊരു മീനാണെന്ന് അറിയത്തില്ല. അടിപൊളി ഒരു മീനെ കിട്ടി. ഉണ്ടോ എന്തിനു മീനും അറിയാമല്ലോ. നോക്കാം. പല്ലിക്കോര, എന്തും എൻ്റെ പേര്.
എന്തുവായാലും ഈ മീൻ എനിക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇച്ചിരി ലോങ്ങിൽ നിന്നതാണ്. നമ്മുടെ ഡാർട്ട് എന്ന് പറഞ്ഞാൽ 30 ഗ്രാമിൻ്റെ ഡാർട്ട്, അത്രയും പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എന്തും വരട്ടെന്നും പറഞ്ഞ് ഞാനൊന്ന് ചെയ്ത് നോക്കി. എന്തായാലും എൻ്റെ മേൽഭാഗത്ത് ആ തൊലിയോട് ചേർന്നാണ് പോയത്. എന്തായാലും പായത്തിന് കിട്ടി. ഞാൻ ഈ മീനിൻ്റെ കാര്യം ചോദിച്ചത് ഇതിൻ്റെ പേരെന്ത് വന്നു കൊണ്ടുവന്നു. എൻ്റെ പല്ലുമൊക്കെ ഇടിയില്ല മീനാണ്. എന്തൊരു മീനാണെന്ന് അറിയത്തില്ല കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തൊരു മീനാണെന്ന് അറിയാവുന്നവർ. അത് കവറിലോട്ട് ഇട്ടപ്പോഴത്തങ്ങ് ചാടി. എന്തായാലും ഇച്ചിരി നേരം കിടന്ന് ചാടട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ വിരലിനകത്ത് കയറി കടിക്കും. കാരണം എൻ്റെ ഗ്ലൗസ് എല്ലാം ഇരിക്കുക. ഒരു കടി കിട്ടിയാലോ. അടിപൊളി, നല്ല മുഴുത്തത് കൂട്ടി ചെയ്ത് കൂട്ടും. അടിപൊളി 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 അടിപൊളി. മണ്ണിപ്പൊതയുന്നു. നമ്മൾ മീനെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഷൂട്ട് ചെയ്തോളൂ. ഇപ്പം കാണിക്കാം ഗൈസ്. ഉണ്ടോ സൂപ്പറല്ലേ? ഇപ്പം നമുക്കതിനെ കവറിലാക്കാം. ആദ്യം നമ്മളതിനെ നോക്കിയതാണ്, പക്ഷേ ആദ്യത്തെ ഷൂട്ടിന് കിട്ടിയില്ല അതിന്. അടിപൊളിയാണ്. അടുത്ത ഷൂട്ടിലോട്ട് നമുക്ക് പോവാം. തലയ്ക്ക് അടിച്ചു നോക്കാം. അടിപൊളി. തലയ്ക്ക് എയിം ചെയ്തതാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിൽ എൻ്റെ സൈഡിൽ കൂടെ കയറിപ്പോയത്. ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞെടുത്ത് കൊണ്ടില്ല, ജസ്റ്റ് വ്യത്യാസത്തിലാണ് പോയത്. തലയ്ക്ക് കൊള്ളാതെ പോയത്. ഇതിനെ കണ്ടല്ലേ, കണ്ടോ? ഈ സൈറ്റിൽ നിന്ന് മാറി ഇച്ചിരി അപ്പുറത്തോട്ട് മാറി നിൽക്കാം. ഉണ്ടോ എവിടെ വരെ പോകാനാണ്? ഉണ്ടോ ഉള്ളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഉള്ളിൽ പോയി നിൽക്കും. ഉണ്ടോ? ഇതിലേക്കൂടെയൊക്കെ അടിയുണ്ടെന്ന് മീൻ പോലും അറിയാൻ വയ്യ. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയ താമസിച്ച് പോയി. കാരണം കാറ്റ് ആയ സമയത്ത് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് തോനെയും മീൻ പിടിക്കാൻ പറ്റാഞ്ഞ്. നമുക്കുള്ളതാണ്ടോ വന്നിരിക്കുന്നുണ്ടോ? ഇവർ അടികൊള്ളാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. നമ്മൾ ഈ ഒരിടത്തു നിന്ന് ഇപ്പുറത്തോട്ട് മാറി വരുമ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെയൊക്കെ സൗണ്ട് കൊള്ളും. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇവർ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓടി വരും. അങ്ങനെ നമ്മുടെ കണ്ണി കാണുന്നത്. അങ്ങനെ നമ്മളതിനെ എയിം ചെയ്യുന്നത്. ഉണ്ടോ? കുരുങ്ങിയുണ്ടോ? എൻ്റെ നൂലെല്ലാം കുരുങ്ങി. നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പം ഇവരെ തപ്പി പോകുന്നതല്ല. നമ്മളൊരു ഷൂൾ ഓടിക്കുമ്പോഴൊക്കെ ഇവർ ആ സൗണ്ട് കേട്ട് ഇവർ ഞാൻ അടുത്ത് കൂടും.
അന്നേരം നമുക്ക് കിട്ടുന്നത്. കുരുങ്ങിക്ക് ഇതെല്ലാം കറി കുരുങ്ങുന്നു. ഇപ്പം മീനെല്ലാവരും കണ്ട. ഇവിടെ ഇറങ്ങി, ഇവിടെ സ്റ്റെപ്പുണ്ട്, ഇറങ്ങി മീനെയൊക്കെ കഴുകാം. നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇനി നിന്നാൽ കിട്ടത്തില്ല. വെള്ളമൊക്കെ ഓളമായി. മീനെ കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടത്തില്ല. ചുമ്മാ വെള്ളത്തിലിട്ട് അടിക്കാനേ പറ്റും. എന്തായാലും ഇവിടെ നിന്ന് ഒരു കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പിരിയാം. ഇനി നല്ലൊരു ഫിഷിംഗ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.